ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വിപണിയെക്കുറിച്ച് ആദ്യം സംസാരിക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,000 എന്ന മാർക്കിന് അരികെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 24,000 എന്ന മാർക്ക് ഇന്നലെ ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി റുപ്പിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡോളറിനെതിരെ റുപ്പി വീണ്ടും നേട്ടമുണ്ടാക്കി. ഇന്നലെ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടത്താനിരിക്കെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ അസാധാരണമായൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസുകൾ ഇതാദ്യമായി യുദ്ധത്തിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു $70 മാർക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $79 പെർ ബാരൽ എന്ന നിലയിലാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന ഗ്ലോബലിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. നമുക്കറിയാം, ജെറോം പവൽ സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കെവിൻ വാർഷ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. US പുതിയ ഫെഡ് ചെയർമാൻ്റെ തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഒന്നടങ്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് G7 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തും. അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വർഷമായിട്ട് താരിഫ് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പിലേക്കും കടന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് US പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അങ്ങേയറ്റം പ്രധാനപ്പെട്ടത് തന്നെയാണ്. US മാർക്കറ്റുകളിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ 5ാമത്തെ കമ്പനിയായി ആമസോണിനെ മറികടന്ന് സ്പേസ് എക്സ് മാറി. ജൂൺ 12-ാം തീയതിയാണ് ഈ IPO ആയിട്ട് സ്പേസ് എക്സ് ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം കേവലം 4-5 ദിവസം കൊണ്ടാണ് സ്പേസ് എക്സിൻ്റെ ഈ ഒരു വളർച്ച ഉണ്ടായിരിക്കുന്നത്. US മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ആയിരുന്നു. US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസവും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. അതിനിടെ ടെക് സ്റ്റോക്കുകളിലുണ്ടായ ഇടിവ് കാരണം ഇന്നലെ ഡൗ ജോൺസും നാസ്ഡാക്കുമാണ് നഷ്ടമുണ്ടാക്കിയത്. അതിൽ തന്നെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് നാസ്ഡാക്ക് ആയിരുന്നു. 1% മുകളിൽ ഇടിഞ്ഞു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വിപ്രോയും ഇൻഫോസിസും 3% നേട്ടമുണ്ടാക്കി. ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 2% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 1% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. ഈ വാർത്തകളൊന്നും കൂടാതെ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ധാരാളം ഇവൻറ്റ്സുകൾ നമുക്ക് നോക്കാനുണ്ട്. അതിനു പുറമെ സ്റ്റോക്കുകളിൽ അങ്ങേയറ്റം ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ബോണസ് ഇഷ്യൂ, ബൈബാക്ക് തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചും പറയാനുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റോക്കുകളിൽ ഇന്ന് ഫോക്കസിലുള്ളത് ഒന്ന് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആണ്. കാരണം ഇന്ന് ബോർഡ് മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. 1:3 എന്ന അനുപാതത്തിൽ ബോണസ് ഷെയർ ഇഷ്യൂ നൽകാൻ കമ്പനി ബോർഡ് ഇന്ന് അംഗീകാരം നൽകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് സിയൻറ്റ് എന്ന കമ്പനിയാണ്. ഷെയർ ബൈബാക്ക് ഡേറ്റ് ഇന്നാണ്. കൂടാതെ ടാറ്റ ക്യാപിറ്റലിൻ്റെ ബോർഡ് മീറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. ഫണ്ട് റൈസ് സംബന്ധിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് വരാനിരിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മൺസൂണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ മൺസൂൺ മോശമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് നമ്മൾ ഇന്നലെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അഭിപ്രായം പോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയ്ക്ക് വലിയ ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഈ ഒരു മൺസൂൺ കാണിച്ചു തരുന്നത്. ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ ഇപ്പോൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.5% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് ഇടിവിലാണ്. 0.39% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,051 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം 50 പോയിൻറ്റ്സിന് അടുത്തുള്ള ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്നലെ ചൈനയിൽ നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നു. 4 വർഷത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റ ഇടിയുന്നത്. ജപ്പാനിൽ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ 0.75% നിന്ന് 1% ഉയർത്തി. 31 വർഷത്തിന് ശേഷമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തുന്നത്. അത്തരത്തിൽ അസാധാരണമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നലെ ജപ്പാനിലും കൂടാതെ ചൈനീസ് മാർക്കറ്റിലുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗ്ലോബലിയുള്ള ഇവൻറ്റ്സ് നോക്കുന്നതിന് മുന്നേ മറ്റൊരു വാർത്തയുള്ളത്, ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ കാർഷിക പ്രോസസ് ഭക്ഷ്യ കയറ്റുമതി 8% ഉയർന്നിരിക്കുന്നു. ബഫ്ലോ മീറ്റ്, ഡയറി, പോൾട്രി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നത്. 45.03% വലിയ തോതിലുള്ള ഒരു വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. റൈസ് എക്സ്പോർട്സ് കുറഞ്ഞിരിക്കുന്നു. കൂടാതെ പഴം, പച്ചക്കറി കയറ്റുമതിയിലും 14.67% ഇടിവുമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗ്ലോബലി ഉള്ള ഇവൻറ്റ്സുകൾ നമുക്ക് നോക്കാം.
ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് പുറത്തു വരും. US റീറ്റെയിൽ സെയിൽസ് ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. UK നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റയും യൂറോപ്യൻ യൂണിയനിൽ നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ജപ്പാനിൽ നിന്നും ട്രേഡ് ബാലൻസ് ഡാറ്റ ഇന്ന് ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഓയിൽ പ്രൈസുകൾ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി മന്ത്ലി ഓയിൽ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. അങ്ങേയറ്റം പ്രധാനപ്പെട്ടതായിട്ടാണ് അതും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള G7 സമ്മിറ്റിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി ഇന്നുണ്ട്. ഇന്ന് നടക്കാനിരിക്കുന്ന കീ ഇവൻറ്റ്സ് ഇതൊക്കെയാണ്. ഇനി LPG ഉൽപ്പാദനം സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ഖത്തർ LPG ഉൽപ്പാദനം കൂട്ടും. ലോകത്തിലെ ഇന്ധനക്ഷാമം കുറയ്ക്കുന്നതിനുള്ള നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടിയാണിത്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIs തിങ്കളാഴ്ച ബൈയിങ്ങിലേക്ക് വന്നെങ്കിലും ഇന്നലെ ഒരു സെല്ലിങ്ങിലേക്ക് തന്നെ തിരികെ പോയി. 749 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIS ആവട്ടെ വെറും 0.06 കോടി രൂപയ്ക്കാണ് ഇന്നലെ അവരുടെ ബൈയിങ് നടത്തിയത്. മറ്റ് അസറ്റ് ക്ലാസുകളിൽ ബിറ്റ്കോയിൻ 1.5% ഇടിവിൽ $65,000 ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.8% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,11,000 എന്ന നിലയിലായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം വിപ്രോ എന്ന കമ്പനിയാണ്. ആന്ത്രോപ്രിക്കിൻ്റെ ക്ലൗഡ് മൊഡ്യൂളുകൾ ഉപയോഗിച്ചുള്ള അപ്ലൈഡ് AI സെൻറ്റർ ഓഫ് എക്സലൻസ് ആരംഭിച്ചു. എൻ്റർപ്രൈസസ് AI ഉപയോഗം വേഗത്തിലാക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്തത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന കമ്പനി ജൂൺ 16 മുതൽ QIP ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ആരംഭിച്ചു. ഓഹരി 1 ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 771.13 ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു കമ്പനി ഭാരത് ഫോർജ് ആണ്. അനുബന്ധ സ്ഥാപനമായിട്ടുള്ള KSSL പാരാമൗണ്ടിനൊപ്പം സിംഹ 4x4 എന്ന പുതിയ ലൈറ്റ് ആംഡ് മൾട്ടി പർപ്പസ് വാഹനം യൂറോ സാനിറ്ററി 2026 അവതരിപ്പിച്ചു. അടുത്ത പ്രൈം ഫോക്കസ് എന്ന കമ്പനിയാണ്. സ്റ്റോക്ക് അക്കൗണ്ടിംഗ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസ് ലംഘനം തെളിയിക്കാത്തതിനാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഈ കേസ് അവസാനിപ്പിച്ചു. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ ഇപ്പോൾ മാർക്കറ്റ് പ്രത്യേകിച്ച് നല്ലൊരു മൂവ്മെൻറ്റ് നടക്കുന്ന ഈ ഒരു സമയത്ത് ഒരുപാട് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇതിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.